ഹലോ, എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി രണ്ടാം ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജനറേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ജനറേഷനിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായും രണ്ടാം തലമുറേൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഇതിൻ്റെ കണ്ടുപിടുത്തമാണ് രണ്ടാം ജനറേഷന് രണ്ടാം തലമുറയിലെ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനമായ ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ബേസ് മുതൽ പഠിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കി വരുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തമാണ് രണ്ടാം തലമുറയിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അതപ്പോൾ നിങ്ങളോട് ചോദ്യം ഉണ്ടായാൽ ഏത് തലമുറയിൽപ്പെട്ടതാണ് മാറ്റം ഉണ്ടായെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് രണ്ടാം തലമുറയിലെ ട്രാൻസിസ്റ്ററുകളാണ് അതിൻ്റെ അത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം തലമുറയിലാണ് ട്രാൻസിസ്റ്ററുകൾ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ട്രാൻസിസ്റ്റർ പി എസ് സികളിൽ ചോദിച്ചു വരുന്നത് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾ പി എസ് സികളിൽ ഉണ്ടാവാറുണ്ട്. അതപ്പം ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതപ്പം രണ്ടാം ജനറേഷനിലാണ് ട്രാൻസിസ്റ്റർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതപ്പോൾ ഈ ട്രാൻസിസ്റ്റർ വിഭാഗത്തിൽ ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് ഒന്ന്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനപ്പെട്ടത് എത്രയാണെന്നുള്ള കാര്യങ്ങൾ, ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്ന് WH ബാൾട്ടൺ. എന്നപ്പോൾ ഒന്നാമത്തെ പേര് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതിൻ്റെ അകത്ത് ഒന്ന് WH ബാൾട്ടൺ, ജോൺ ബർദീൻ, 3 വില്യം ഷോക്കിലും. ഇവർ 3 പേരും കൂടിയാണ് ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരൊക്കെയാണ്? ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് WH ബാൾട്ടനും ജോൺ ബർദീനും വില്യം ഷോക്കുമാണ്. ഇവരാണ് ഈ 3 പേരാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പേര്, 3 പേര്. ഓക്കെ, അതപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഈ 3 പേരുകളുടെ കാര്യങ്ങളും എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിക്കുക. എന്നപ്പം ഈ ട്രാൻസിസ്റ്ററുടെ ഉപയോഗം, എന്നപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഈ ട്രാൻസിസ്റ്റർ ഏത് ജനറേഷൻ്റെ അകത്താണ് വന്നത്? ട്രാൻസിസ്റ്റർ വന്നത് സെക്കൻഡ് ജനറേഷനിലാണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ അകത്താണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തത്. നമ്മൾ പി എസ് സികൾ ചോദിച്ചിരിക്കുന്ന ഏത് ജനറേഷൻ്റെ അകത്താണ്, പിന്നെ ആരാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഏരിയ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ആരാണ് കണ്ടുപിടിച്ചത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെ ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ളതെന്നാണ്. സെക്കൻഡ് ജനറേഷൻ്റെ അകത്ത് പ്രധാനമായിട്ടൊന്ന് IBM 700, NCR 304, IBM 650, IBM 1401, അറ്റ്ലാസ് മാർക്ക് 3. ഇവരൊക്കെ ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ടത്. എന്നപ്പോൾ നമ്മൾ എത്ര തരത്തിലാണ് ഇപ്പം 8th ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. 8ാമത്തെ ജനറേഷനാണ് നമുക്ക്. പക്ഷേ പി എസ് സികളിൽ പ്രധാനപ്പെട്ടത് 5 ജനറേഷനും കാര്യങ്ങളാണ് ചോദിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ 5 ജനറേഷനും കാര്യങ്ങളും നമ്മൾ നോക്കി വരുന്നത്. എന്നപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു വാക്യൂം ട്യൂബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അത് നമ്മളെന്താണ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നു. ആ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡ് ജനറേഷൻ്റെ അകത്ത് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവ എങ്ങനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ജനറേഷൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടറുകൾ എന്നൊക്കെയാണ് ഈ ഭാഗത്തിൽ നമ്മൾ നോക്കിയിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ അവ നിങ്ങൾ എന്ത് ചെയ്യാം വ്യക്തമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്, ഇവയാണ് ഈ ക്ലാസ്സിലെ പ്രത്യേകതപ്പെട്ടത്. നമ്മൾ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരൊക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ ഏതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്, എത്രാമത്തെ ജനറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെയുള്ള തുടർച്ചയായിട്ടുള്ള പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മളെ ചാനലിൽ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അടുത്ത ഭാഗം ഉടനടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അക്കാദമിയിലും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫെബിൻ മുഹമ്മദ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം അക്കാദമിയിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ കിട്ടാവുന്നതാണ്.
അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ജനറേഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തേർഡ് ജനറേഷനും കാര്യങ്ങൾ, ഫോർത്ത്, ഫിഫ്ത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടണും കൂടി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.